രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഘട്ട പ്രചാരണത്തിലും ഡീലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമാണ് ചർച്ച. ഡീൽ ആരോപണത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് UDF ലക്ഷ്യമിടുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ നേട്ടം ലഭിച്ച തദ്ദേശ തിരഞ്ഞെടുപ്പ് അനുഭവമാണ് UDFന് സ്വർണ്ണക്കൊള്ള വീണ്ടും ഉയർത്താനുള്ള ആത്മവിശ്വാസം നൽകുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണവും സ്വർണ്ണക്കൊള്ളയും മുൻനിർത്തിയുള്ള പ്രചാരണം UDFന് തുണയാകുമോ? മറുവശത്ത് വയനാട് ഉൾപ്പെടെയുള്ള വികസന വിഷയങ്ങളിലാണ് LDFന്റെ പ്രചാരണം. ഇത്തവണ UDF പ്രചാരണ തന്ത്രം വിജയിക്കുമോ എന്നാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. ബിനിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വരെ ഈ തിരഞ്ഞെടുപ്പ് കളത്തിൽ സജീവ ചർച്ചയായിട്ട് നിന്ന ഡീൽ ആരോപണമായിരുന്നു. അതിപ്പം UDF ആകട്ടെ LDF ആകട്ടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഴുകി നിൽക്കുന്നതാണ് കണ്ടത്. ഇന്നലെ രാഹുൽ ഗാന്ധി വന്ന് അതിന് ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. അത് നേരെ പോയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം UDFന് അനുകൂലമായൊരു സാഹചര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന കാര്യം UDF വളരെ നന്നായി അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതേ ഒരു സ്ട്രാറ്റജി നിയമസഭയിലേക്കും കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. ഇത് നമ്മൾ ഈ ചോദിച്ച പോലെ ഈ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്യുമെന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുമോ ബിനിൽ? സേതു പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള UDFന് അനുകൂലമായി നിന്നത്. വലിയ മുന്നേറ്റം അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിച്ചത്. കൃത്യമായി തന്നെ അത് പറഞ്ഞ് എല്ലാ തെരഞ്ഞെടുപ്പിലും അത് പറഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട് കൂടി. നേരത്തെ ഈ ഡീൽ ആരോപണം തുടക്കത്തിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. പിന്നീട് അത് രമേശ് ചെന്നിത്തല ഏറ്റെടുത്തില്ല. അദ്ദേഹം അതിനെ എതിർക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കൃത്യമായി അത് പറഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ ഒരു നിലപാട് കൂടി. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തടക്കം ഡീലുണ്ട്, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് ഡീലുണ്ട്. അത് കൃത്യമായി തന്നെ പറഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ ഒരു തീരുമാനം. അത് തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഡീൽ ആരോപണം ഉണ്ട്, ഡീൽ കേരളത്തിൽ CPM BJPയും ഡീലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് നിലവിൽ മോദി കേരളത്തിൽ വരുമ്പോഴെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യം ശബരിമലയും മറ്റ് ക്ഷേത്രങ്ങളുടെ കാര്യമാണ്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞില്ല. ആ പറയാത്തതിന് കാരണം ഡീൽ ഉള്ളതുകൊണ്ടാണ്. ഇവർ തമ്മിൽ ധാരണയുള്ളതുകൊണ്ട് അത് പറഞ്ഞില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് കൃത്യമായി തന്നെ അത് പറഞ്ഞു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ തീരുമാനം. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കൃത്യമായി ഈ നേതാക്കൾക്കെതിരെ നിലവിൽ അറസ്റ്റിലായത് പത്മകുമാറും വാസുവും അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായിരുന്നു. അവർ CPMന്റെ അടുത്ത ആളുകളാണ്, അല്ലെങ്കിൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുന്നതിന് പകരം ഈ കുറ്റപത്രം നൽകാതെ അവരെ പുറത്തിറങ്ങുന്നതിന് സാഹചര്യം ഒരുക്കിയത് സർക്കാരാണ്. അങ്ങനെ UDF സർക്കാർ വന്നാൽ ഇവരെ കൃത്യമായി അവർക്കുള്ള തക്കതായ ശിക്ഷ വാങ്ങിച്ചു നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തത്. നിലവിൽ എന്തായാലും ഈ രണ്ട് ആരോപണങ്ങൾ ഊന്നി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്, മറ്റൊന്ന് പ്രധാനമായി ഉന്നയിക്കുന്നത് ഈ ഡീൽ ആരോപണമാണ്. ഇത് രണ്ടും ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് UDF കരുതുന്നതും. നിലവിൽ BJP ഇതിനെ എതിർക്കുന്നത് ഈ ഡീൽ എന്നൊരു ആരോപണം അത് കേരളത്തിൽ ഉണ്ടാകില്ല. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യമുണ്ടാക്കി അത് കോൺഗ്രസും CPMും ഒന്നിച്ചു നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ്. കേരളത്തിലും അവർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെ അപ്പോൾ എങ്ങനെയാണ് ഡീൽ ആരോപണം ഉയർത്തുന്നത്, എങ്ങനെയാണ് ചോദ്യം ഉയരുന്നത്? എന്തായാലും നിലവിൽ ഈ രണ്ട് ആരോപണം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ഓക്കെ ബിനിൽ.